ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഇന്ന് സമാപനം. 10 മണിക്ക് തിരുവനന്തപുരം PMG ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മഹാറാലിയോടെയാണ് യാത്ര സമാപിക്കുക. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ രാപ്പകൽ സമരവേദിയിൽ ആയിരങ്ങൾ അണിനിരക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, 10 മണിക്കാണ് ഈ മഹാറാലി എന്ന് പറയുന്നു. അവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണോ? രാഖി, അല്പസമയത്തിനുള്ളിൽ ആശമാരുടെ രാപ്പകൽ സമരയാത്രയുടെ മഹാറാലി ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് PMG ജംഗ്ഷനിലാണ്. പ്രവർത്തകരെല്ലാവരും ഈ സ്ഥലത്തേക്ക് PMG ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കലാരൂപങ്ങളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ യാത്ര ആരംഭിക്കും. ഇന്ന് കഴക്കൂട്ട് നിന്നാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ സമാപനം പൂർത്തിയാക്കിയ ശേഷം യാത്ര ഇവിടേക്ക് എത്തുന്നത്, PMGയിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നായിരിക്കും, PMGയിൽ നിന്നായിരിക്കും മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരപന്തലിലേക്ക് യാത്ര തിരിക്കുക. ആയിരങ്ങൾ ഈ യാത്രയിൽ അണിനിരക്കുമെന്നാണ് ഈ ആശമാർ പറയുന്നത്. രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്നും മെയ് 5-ാം തീയതിയാണ് ആരംഭിച്ചത്. തുടർന്ന് വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയിരുന്നു. വിവിധ ജില്ലകളുടെ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ അതിന്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ യാത്ര ആരംഭിക്കും. അതിനോടുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. മഹാറാലിയായിട്ട് തന്നെയാണ് ഈ യാത്രയുടെ അവസാനം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, സമരപന്തലിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മളൊപ്പം സമരസമിതി നേതാവ് S ബിനി കൂടി ചേരുന്നുണ്ട്. യാത്ര അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. മഹാറാലിയായിട്ടാണ് ഇവിടുന്ന്. തീർച്ചയായും വലിയൊരു വിഭാഗം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10:30 മഹാറാലിയായിട്ട് തന്നെ. എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ടാകും ജനങ്ങളുടെ, ആശമാരുടെ? വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാവും. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം ഈ മഹാറാലി കണ്ടെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമോ? ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കേരളം മുഴുവൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സ്ട്രെങ്ത് കണ്ടിട്ടല്ല തീരുമാനിക്കേണ്ടത്, പക്ഷേ ഗവൺമെന്റ് തീരുമാനിച്ചേ മതിയാവും. കഴിഞ്ഞ 45 ദിവസമായി യാത്രയിലാണ്. 128 ദിവസം ആശാ സമരം തുടരുന്നു. ഈ സമരങ്ങളൊന്നും കണ്ടില്ല എന്ന് നടക്കുന്ന സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാരാണ്. ആ ഇടതുപക്ഷ സർക്കാരാണ്. സമരങ്ങളിൽ നിന്ന് വന്ന സർക്കാരാണ് ഇത് കണ്ടില്ല. അവർ ഇടതുപക്ഷമല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അവർ ഇടതുപക്ഷമല്ല, അവർ സ്ത്രീപക്ഷമല്ല, അവർ തൊഴിലാളി വിരുദ്ധ പക്ഷമാണ് എന്ന് കേരളത്തിന് തെളിയിച്ചു കൊടുത്ത ഒരു സമരമായി ഇത് മാറുകയാണ്. വലിയ ജനപിന്തുണ ഉണ്ടാകും അല്ലേ സമരത്തിന്? തീർച്ചയായും വലിയ ജനപിന്തുണ ഉണ്ടാവും. വരും ദിവസങ്ങളിൽ ഇതിന്റെ അനുകരണങ്ങൾ ഈ സമൂഹത്തിലുണ്ടാവും. രാഖി, അതുതന്നെയാണ്, വലിയ ജനപിന്തുണ സമരത്തുണ്ടാകും. അല്പസമയത്തിനുള്ളിൽ രാപ്പകൽ സമരയാത്രയുടെ സമാപനത്തിലേക്ക് കടക്കും. ഈ PMG ജംഗ്ഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം 5-ാം തീയതിയാണ് യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. വിവിധ ജില്ലകളിൽ ആശമാർ ഈ യാത്രയിൽ അണിനിരുന്നു. വലിയ ജനപ്രാതിനിധ്യം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് അതിന്റെ സമാപനം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ട് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരത്തിലെത്തുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ സമരത്തിലേക്ക് കടന്നത്. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും സർക്കാർ സമരക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നൊരു സമീപനമാണ് തീർത്തത്. തുടർന്ന് സമരം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധമായാലും നിയമസഭയിലേക്ക് മുന്നിലുള്ള മാർച്ചായാലും ശരി, അങ്ങനെ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ സമരക്കാർ അതിൻ്റെ ശക്തി തെളിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. തുടർന്നാണ് ഏറ്റവും ഒടുവിലായി സമരത്തിൻ്റെ ഒരു 4-ാം ഘട്ടം എന്ന നിലയിൽ രാപ്പകൽ സമരയാത്രയുമായി ആശമാർ രംഗത്ത് വരുന്നത്. കാസർഗോഡ് നിന്നും യാത്ര ആരംഭിച്ചു. അഡ്വക്കേറ്റ് MA ബിന്ദു സമരസമിതി നേതാവാണ്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ MA ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് ഈ രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. യാത്ര ഓരോ ജില്ലകളിലും 3 ദിവസത്തിലധികം സന്ദർശനം നടത്തുകയും വിവിധ ജില്ലകളിലുള്ള ആശമാരെ കാണുകയും തങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി ഈ ആശമാരെ അറിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ 1.5 മാസക്കാലം നീണ്ടുനിന്ന യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ PMG ജംഗ്ഷനിലും യാത്രയുടെ പരിസമാപ്തിയിലേക്കുള്ള മഹാറാലി ആരംഭിക്കും. ആയിരങ്ങൾ ഈ റാലിയിൽ അണിനിരക്കുമെന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഈ റാലി നേരെ ഈ മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരപന്തലിലേക്കാണ് എത്തുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ യാത്രയെ
യുടെ ഒരു സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ആ സമാപന സമ്മേളനത്തിലും ആശമാരുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലുള്ള നിരവധി വ്യക്തിത്വങ്ങളും പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും ആശാ സമരത്തിന്റെ മറ്റൊരു ഘട്ടം കൂടി കടന്നിരിക്കുകയാണ് രാപ്പകൽ സമരയാത്ര. രാപ്പകൽ സമരയാത്രയുടെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒന്നര മാസക്കാലമായി സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന തങ്ങളുടെ ആവശ്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് അറിയിക്കുവാനും തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിലെത്തിക്കുവാനുമായി നടത്തുന്ന യാത്ര, ആ യാത്രയുടെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് പോസ്റ്റ് ഓഫീസിൽ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമര യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. 10 മണിയോടെ PMG ജംഗ്ഷനിൽ നിന്ന് മഹാറാലിയോടുകൂടിയാണ് ഈ യാത്ര സമാപിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്.